എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കുക്കിംഗ് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് പേരുണ്ട് എൻ്റെ കേക്ക് റെസിപ്പീസ് ഇഷ്ടമുള്ളവർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണത്. അപ്പോൾ നമ്മൾ സാധാരണയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചൂടുള്ള പാലൊഴിച്ചിട്ടാണ് ഈ ഒരു കേക്കിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ എല്ലാ സ്റ്റെപ്പും കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ആ ഒരു ബേസായിട്ടൊക്കെ എടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് എന്ത് ക്രീം കേക്കിനും ഇത് ചോക്ലേറ്റ് ബേസായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇതുപോലൊരു പാത്രം എടുക്കാം. എന്നിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഏതായാലും മതി. ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പറും കൂടി ഇട്ട് അതിൻ്റെ മുകളിലും ഒന്ന് ചെറുതായിട്ട് ആ ഒരു ഓയിൽ ആക്കി കൊടുക്കുക. അപ്പോൾ ഓവർ ആവരുത്, കേക്കിൻ്റെ സൈഡൊക്കെ മൊരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതിനുള്ള ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 250 ml മെഷറിംഗ് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ സാധാരണ ആവറേജ് വലുപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് മൈദപ്പൊടി എടുക്കുക കേട്ടോ. എന്നിട്ട് അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് കൊക്കോ പൗഡറാണ്. അപ്പോൾ കൊക്കോ പൗഡറും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിക്കുമ്പോൾ 2 തവണ അരിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു അരിപ്പയ്ക്ക് 2 ലെയർ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ തവണ മാത്രമേ അരിക്കുന്നുള്ളൂ കേട്ടോ. ഇത് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഞാൻ ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ മുട്ട കഴുകിയൊക്കെ എടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. അതുപോലെ പാത്രവും നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ബീറ്റായിട്ട് വരില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനിങ്ങനെ 3 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മുട്ടയുടെ സ്മെല്ല് കേക്കിന് അങ്ങനെ വരില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബീറ്റർ ഉള്ളവർ പെട്ടെന്ന് തന്നെ ബീറ്റർ വെച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വിസ്ക് വെച്ച് കാണിച്ചു തരികയാണ്. അപ്പോൾ നല്ല സ്പീഡിലൊരു 15-20 മിനിറ്റോളം ഇങ്ങനെ ചെയ്താലേ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് നമുക്ക് ഈ ഒരു മുട്ടയുടെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് തന്നെ ഫ്ലഫി ആക്കിയിട്ട് എടുക്കുമ്പോഴാണ് നല്ല കേക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കണം. അപ്പോൾ ഞാനൊരു 1/4 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് കറക്റ്റ് നല്ലൊരു മധുരം വരുന്നത്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇത് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ നമ്മൾ പൊടിച്ചിട്ട് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റാവും. അതുകൊണ്ട് എപ്പോഴും പൊടിച്ചിട്ട് തന്നെ ചേർക്കാൻ നോക്കുക കേട്ടോ. നന്നായിട്ട് ബീറ്റായിട്ട് ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് വരും ഈ ഒരു മുട്ട. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് പാലൊന്ന് ചൂടാക്കി എടുക്കണം. ഞാനിങ്ങനെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പാല് നന്നായി ചൂടായിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓയിൽ, ഒരു 3 ടേബിൾ സ്പൂണ് ഏതെങ്കിലും ഒരു സ്മെല്ലില്ലാത്ത ഓയിൽ ചേർത്താൽ മതി. സൺഫ്ലവർ ഓയിലാണ് കൂടുതൽ നല്ലത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. പാല് തിളയ്ക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുമുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വെക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ചൂടാക്കാൻ വയ്ക്കുക. നല്ല ഫ്ലഫി ആയിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഈ ഒരു ചൂട് പാല് കുറേശ്ശെയായിട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ചൂടാറിയിട്ടല്ല, ചൂടോടെ തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ആ പൊടിയില്ലേ, അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കുത്തി ഇളക്കരുത്. അപ്പോൾ കേക്ക് നന്നായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സ്റ്റെപ്പൊക്കെ മിസ്റ്റേക്ക് വരുമ്പോഴാണ് നമ്മുടെ കേക്ക് നന്നായിട്ട് വരാത്തത്. അപ്പോൾ എല്ലാ സ്റ്റെപ്പും കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യുക. ഒന്നിച്ചിടരുത്, കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഓവർ മിക്സ് ആവുകയും ചെയ്യരുത്. കറക്റ്റ് മിക്സ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിർത്തണം. പിന്നെ കൊക്കോ പൗഡർ ഇല്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട്. അപ്പോൾ കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോഫി പൗഡർ കുറച്ച് ചേർക്കാം. അപ്പോൾ നിങ്ങൾ 1/4 കപ്പ് മൈദ എടുക്കണം കേട്ടോ. അപ്പോൾ കോഫി പൗഡർ ആകുമ്പോൾ ഇങ്ങനെ 1/4 കപ്പൊന്നും എടുക്കില്ലല്ലോ. അപ്പോൾ 1/4 കപ്പ് മൈദ എടുത്തിട്ട് 1 ടീസ്പൂണൊക്കെ കോഫി പൗഡർ എടുത്ത് നന്നായിട്ടൊന്ന്
പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർത്താൽ മതി. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് നന്നായിട്ട് അരിച്ചിട്ട് ആ ഒരു കൊക്കോ പൗഡറിന് പകരം ചേർക്കുകയും ചെയ്യാം. ഞാനിങ്ങനെ കുറച്ച് ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂണാണ് ഒഴിച്ചത്. അതും കൂടെ ചേർത്തിട്ട് ഫൈനലായിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക. ഒന്ന് റൗണ്ടിൽ മിക്സ് ചെയ്യുക, നടുവിലൂടെ ഒരു കട്ട് കൊടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ കേക്ക് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി കഴിഞ്ഞാൽ നല്ലൊരു കേക്ക് കിട്ടില്ല കേട്ടോ. അതൊക്കെയാണ് ചിലപ്പോൾ ചിലർക്ക് ഫ്ലോപ്പായി പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഈ ഒരു കേക്കിനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് പരന്ന പാത്രത്തിലാണെങ്കിൽ കുറച്ചുകൂടെ വേഗം കേക്ക് വെന്ത് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയിൽ കുറച്ച് ഹൈറ്റുള്ള കേക്കാണ് കുറച്ച് ഭംഗി ഉണ്ടാവുക. അതുകൊണ്ട് ചെറിയ പാത്രത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഹൈറ്റിൽ കേക്ക് കിട്ടുമല്ലോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതുപോലെ ഒരു സ്ക്വയർ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൗണ്ടിൽ ഇളക്കി കൊടുക്കുക. ഉള്ളിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് പോവും. അപ്പോൾ ഞാനിത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചീനച്ചട്ടി ഉള്ളിലൊരു തട്ടൊക്കെ വെച്ചിട്ട് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ വേണമെങ്കിൽ കുക്കറിൽ ചെയ്യാം, നോൺ സ്റ്റിക്ക് പാനിൽ വേണമെങ്കിൽ അതിലും ചെയ്യാം, ഓവനിൽ വേണമെങ്കിൽ ഓവനിലും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് വെക്കുന്ന ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. അപ്പോൾ അത് എഡിറ്റ് ചെയ്യണ നേരത്തെ എത്ര നോക്കിയിട്ട് അത് കാണുന്നില്ല, ചിലപ്പോൾ റെക്കോർഡ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഒരു തട്ടിൻ്റെ മുകളിൽ പാത്രം വയ്ക്കുക, മൂടി അടയ്ക്കുക, അത്രയ്ക്കേ ഉള്ളൂ. നല്ലൊരു വെയിറ്റ് എന്തെങ്കിലും മുകളിൽ വെച്ച് കൊടുത്താൽ കൂടുതൽ നല്ലതാണ്. എനങ്ങാണ്ട് നല്ല ടൈറ്റിൽ അടഞ്ഞിരുന്നോളും. അപ്പോൾ നമുക്ക് ആദ്യത്തെ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 35 മിനിറ്റോളം ലോ ഫ്ലെയിമിലും വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. എനിക്കൊരു 45 മിനിറ്റൊക്കെ ടോട്ടൽ എടുത്തിട്ടുണ്ട് ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ ഇതേ നല്ല ക്ലിയർ ആയിട്ട് സ്ക്യൂറൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി പുറത്തെടുത്തിട്ട് തണുത്തിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഒരുവിധം തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് നമുക്കിത് പുറത്തെടുത്ത് ഒന്ന് കട്ട് ചെയ്യാം. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്റ്റെപ്പും ഫോളോ ചെയ്യുക. കറക്റ്റായിട്ട് നിങ്ങൾക്ക് നല്ലൊരു കേക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ നമ്മൾ കറക്റ്റ് കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു കേക്കിൻ്റെ അതേപോലെ തന്നെയാണുള്ളത്. നമ്മൾ ഓവൻ ഇല്ലാണ്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും തോന്നിയില്ല. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഐസിങ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. ഇതുപോലെ ഒരുപാട് കേക്ക് റെസിപ്പീസ് ഞാൻ പല ടൈപ്പിലുള്ളത് ചെയ്തിട്ടുണ്ട്. എല്ലാം കണ്ടു നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡ് സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. അതുപോലെ എൻ്റെ മോളിപ്പോൾ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. റിഡിൽസിൻ്റെ ചാനലാണ്. ലോജിക് മാജിക് വിത്ത് പ്രാർത്ഥന എന്നാണ് ആ ഒരു ചാനലിൻ്റെ പേര്. അപ്പോൾ റിഡിൽസ് ഇഷ്ടമുള്ള എല്ലാവരും അതൊന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ. അവൾ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പറയാനായിട്ട്. പിന്നെ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. ഇനി നാളെ മറ്റൊരു നല്ല കിടിലൻ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക് യു.